ഞാൻ ആ 7 ഡെഡ്ലി സിൻസ് നോക്കിയായിരുന്നു. ഷിബു ഉണ്ടോ ഇതിനകത്ത്? 7 ഡെഡ്ലി സിൻസ് ഏത് പേജിലാ ഷിബുള്ള? 7 മാരക പാപങ്ങൾ. 7 ഡെഡ്ലി സിൻസ് ഏത് പേജിലുള്ള? ബുക്കിലോ? ആ ബിഗ് ബുക്കിലാണ് അത്. ഞാൻ പെട്ടെന്ന് ഞാൻ ഇന്ന് ഇട്ട് വെച്ചിരുന്നു. ഷാജന് ഓർമ്മയുണ്ടോ? ഞാനിന്ന് വൈകുന്നേരത്തെ മീറ്റിംഗിൽ സംസാരിച്ചാണോ? എന്തോ 12 നോക്കട്ടെ. ഷാജനുണ്ടോ അതിനകത്ത്? ഷാജന് ഞാൻ ഇപ്പൊ വൈകുന്നേരം ബിഗ് ബുക്ക് സ്റ്റഡിയിൽ ഞാൻ സംസാരിച്ചാൽ അതെ സാറ് പേജ് നമ്പർ മറന്നുപോയി. ഞാൻ അന്നേരം അണ്ടർലൈൻ ചെയ്തായിരുന്നു, പക്ഷെ പേജ് നമ്പർ ബിഗ് ബുക്കിലല്ലേ? ആ ബിഗ് ബുക്കിലാണോ ഓർമ്മ? സാറ് ബിഗ് ബുക്കിലാണ് സാറേ. അതെ 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 അതെ. അപ്പൊ 7 ഡെഡ്ലി സിൻസ് 7 മാരക പാപങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബുക്കിലുണ്ട്. ഞാനത് ഇപ്പൊ എടുത്തു വെച്ചാൽ ഇപ്പൊ 2 മണിക്കൂർ മുമ്പ് ഒരു മീറ്റിംഗിൽ അതിനെ കുറിച്ച് സംസാരിച്ച ബിഗ് ബുക്കിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓർമ്മ വരും. അതിനകത്ത് എന്താണ്? ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, ഗ്ലട്ടണി, എൻവി, സ്ലോത്ത്, ഇത്രയാണ്. പ്രൈഡ് മുതൽ അഹങ്കാരം. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അമിതമായിട്ടുള്ള ഒരു സെക്സിനോട് ബന്ധപ്പെട്ടിട്ടാണ് സാധാരണ ഇതിലുള്ള ഒരു വ്യാമോഹം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ എന്താ മലയാളത്തിൽ പറയുന്നത്, എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഒരു സെക്സിനാണ് കൂടുതലെന്ന് പറയാറില്ല. എന്തിനോടും അമിതമായിട്ടുള്ള ആഗ്രഹം എന്തിനോടും ഏത് പേജ് 48 അത് പറയുന്നുണ്ട്. ബിഗ് ബുക്കിലല്ലേ? 12 പേജ് 48 ബിഗ് ബുക്കിലുണ്ടോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ 48 പറയുന്നുണ്ട്. പേജ് 48 12. അത് കുഴപ്പമില്ല. ഞാനിവിടെ മടക്കി വെച്ചാൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 മാരകഭാവം എന്നറിയപ്പെടുന്ന അഹങ്കാരം, അത്യാഗ്രഹം, കാമം, കോപം, ആർത്തി, അസൂയ, അലസത. ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. എന്തായാലേ ഈ 7 മാരക പാപങ്ങളാണ് നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടത്. ഈ ഡെയിലി ബേസിസിൽ ദിനം പ്രതി എന്റെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്ന മാരകഭാവം. അതിന്റെ ഇംഗ്ലീഷാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. വർക്ക്ഷീറ്റിനോ ഫിലിപ്പ് സാറിന്റെ ഇതിനകത്തുള്ള വർക്ക്ഷീറ്റിന് എടുത്താണ്. അത് എല്ലായിടത്തും ഉള്ളതാണ്, പല ബുക്കുകളിലും ഉള്ളതാണ്. പ്രൈഡ്, ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, ഗ്ലട്ടണി, എൻവി ആൻഡ് സ്ലോത്ത്. ഈ 7 മാരക പാപങ്ങൾ ദിനം പ്രതി എന്നെ എന്റെ ജീവിതത്തിൽ തലപൊക്കും. ഞാൻ ചിലപ്പോൾ അതിനകത്ത് പെട്ടുപോകും. ഞാൻ ഈ 6ഉം 7ഉം പടി എല്ലാം ചെയ്ത് ആണെങ്കിൽ പോലും ഒരു പശ പെട്ടുപോകാൻ സാധ്യത. ഞാൻ അതിനകത്ത് താല്പര്യം കാണിച്ചാൽ അത് എന്റെ ചോയ്സാണ് കാണുന്നത്. പക്ഷെ ഞാൻ എന്തെങ്കിലും കാരണവശാൽ സംഭവിച്ചു പോയ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിൽ പോലും ഒരു ചിന്ത വരിക. ഇന്നിപ്പോ നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ വിദേശത്തും ഇന്ത്യയിലും ഒക്കെ ജീവിക്കുന്ന ഒരാളാണ്. ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലെ പോലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചില പിള്ളേരെ കണ്ടാൽ നമുക്ക് തന്നെ നാണാവും. ആ സൈറ്റുള്ള ഉടുപ്പുകളൊക്കെ ഇട്ടിട്ടാണ് പിള്ളേർ നടക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കണ്ണുമായിട്ട് തോന്നു കഴിഞ്ഞാൽ നോക്കാതിരിക്കും. പക്ഷെ എനിക്ക് അതിനകത്തേക്കുള്ള എനിക്കറിയാം, എന്റെ മനസ്സിന് ഞാൻ അവിടെ എനിക്ക് അതിനകത്തേക്കുള്ള ഒരു ആകർഷകത്വം എനിക്ക് പാടില്ല. എന്റെ മനസ്സിൽ ആ ഒരു തരത്തിൽ കണ്ടുകൂടാ, ഒരു ചെറിയ കണ്ടുകൂടാ. ഞാൻ എന്റെ ഇതിനകത്ത് എന്റെ ആദ്യകാലത്തുള്ള ഒരു സ്പോൺസർ പറയായിരുന്നു, കണ്ടോ പക്ഷെ നോക്കരുത്, കണ്ടോ പക്ഷെ നോക്കണ്ടെന്ന്. അപ്പൊ കാണുന്നതും നോക്കുന്നതുമായിട്ട് വ്യത്യാസം. നമ്മുടെ കൺമുമ്പിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, അത് തന്നെ അതിനകത്തേക്ക് വീണ്ടും നോക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ പല കാര്യങ്ങളിലും വരാം. പക്ഷെ അതിനകത്തേക്ക് ഇൻഡൾജ് ചെയ്യേണ്ട. പൈസയുടെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ വഞ്ചനാപരമായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത. ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിമറി ഉണ്ടാക്കാനായിട്ടുള്ള അവളെ ഒരിക്കലും പിടിക്കപ്പെടുന്നത് പോലും ചെയ്തെന്നറിയാം. നോ, ഇനി എനിക്കത് സാധിക്കില്ല. ഒരാളെ കുറിച്ച് ഗോസിപ്പ് ചെയ്യും, ഒരാളെ കുറിച്ച് ഒരാളുടെ അനോണിമിറ്റി ബ്രേക്ക് ചെയ്യും. ഇതൊക്കെ ഈ
ഒരു ഈ 7 ഡെഡ്ലി സിൻസുമായിട്ട് ബന്ധപ്പെട്ടു 7 മാരക പാപങ്ങളിൽ അങ്ങനെ എന്തിനോടുള്ള അമിതമായിട്ടുള്ള അത്യാഗ്രഹം, കോപം. ഇനി അങ്ങോട്ട് കോപത്തിനൊന്നും സാധിക്കുന്നില്ല. കോപിക്കുന്നിടത്ത് ജസ്റ്റിഫൈഡ് ആങ്കർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയണ്ട. അത് ആ എന്താണ് ജസ്റ്റിഫൈഡ് ആങ്കർ എന്നുള്ളത് നമ്മൾ ഈ തലത്തിലെത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും. ദേഷ്യപ്പെടേണ്ടടുത്ത് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ എന്നാൽ എന്റെ ആ സംസാരത്തിന്റെ രീതിയിൽ വ്യത്യാസമുണ്ട്. ഞാനൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഇതായിരിക്കും. അപ്പൊ പറയേണ്ടവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. ദേഷ്യം പറയും. മുമ്പേ ഞാൻ എടുത്ത വഴിക്ക് തെറിയേ പറയൂ. ഏറ്റവും കൂടുതൽ അത് വീട്ടിലാണോ ബാധിക്കുന്നത്, പിന്നെ പുറത്തും ഉണ്ടാവും, എവിടെയും. അപ്പൊ നമ്മളൊരു എല്ലാവർക്കും നമ്മളെ ഒരു ശാപം പോലെ നമ്മളെ കാണും. ഇവിടെ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അങ്ങനെയല്ല. അപ്പൊ ഈ 7 മാരക പാപങ്ങൾ ഒരു അനുദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാം വരാവുന്നതാണ്. അപ്പൊ ഇതിൽ നിന്നുള്ളൊരു മോചനം നമുക്കുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെയിലി ഇൻവെന്ററി എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ പോകും. അതിനുശേഷം നമ്മളിപ്പോ 10ാമത്തെ പടിയില് സ്നേഹവും മറ്റുള്ളവരുള്ള സഹിഷ്ണുതമാണ് ഞങ്ങളുടെ നിയമസംഹിത. ഇവിടെയാണ് ഞാൻ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുന്നു, മറ്റുള്ളവരെ കുറിച്ച് കരുതുന്നു. മനസ്സിലായില്ല, ഞാനിപ്പോ മുമ്പ് വായിച്ചതാണ് സ്നേഹം, ദയ, കരുണ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വായിച്ചു കേട്ടിട്ടാണ്. ഇവിടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഇത് ആധ്യാത്മികതയുടെ അടിസ്ഥാനങ്ങളാണ് ഇതെല്ലാം. മറ്റുള്ളവരെ കരുതുക. മുമ്പ് ഞാൻ മറ്റുള്ളവരെ കരുതുന്നില്ല, എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ചെയ്തിരുന്നത്. എന്റെ സുഖം, എന്റെ സമ്പത്ത്, എനിക്ക്, ഞാൻ പറയുന്നത് ഞാൻ, എന്റെ എന്നുള്ള ഒരു ഭാവത്തിൽ, ആ അഹങ്കാരത്തിൽ നിന്ന് എനിക്ക് മോചനം ഇവിടെ കിട്ടിയേ തീരൂ. നമ്മൾ ഈ പ്രോഗ്രാം, ഈ സ്റ്റെപ്സ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പൊ ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ പോരാടുന്നത് ഞങ്ങൾ മദ്യത്തോട് പോകും. ഇത്രയും കാലം ഉള്ള പോരാട്ടം ഒന്നുമില്ല നമ്മുടെ കൂടെ. കാരണം ഇപ്പോഴേക്കും സുബോധാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ ഐ എം നോട്ട് ഇൻസൈഡ്. അപ്പോൾ എന്താണ് നമ്മുടെ 2ാമത്തെ പടി? ഞങ്ങളെ സുബോധവാന്മാരാക്കുക. അബോധത്തിൽ ജീവിച്ചിരുന്നാട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വട്ടന്മാരാണ്, ഭ്രാന്തായിരുന്നു. ഇംഗ്ലീഷിന്റെ നമ്മുടെ ഡിക്ഷണറിയിൽ ഇൻസാനിറ്റി എന്നുള്ളതിന്റെ അർത്ഥമൊക്കെ അറിയാം. ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ഭ്രാന്ത് എന്നാണ് എഴുതി. ഭ്രാന്തമായിട്ടുള്ള ഒരു ജീവിതം ഇനി ഇല്ല. അപ്പൊ നമ്മൾ സുബോധാവസ്ഥ നമ്മളുടെ ജീവിതത്തിലേക്ക്, സുബോധാവസ്ഥ എന്ന് പറയാം, സെറനിറ്റി എന്ന് പറയാം, പ്രശാന്തത എന്ന് പറയാം, സമചിത്വം എന്ന് പറയാം, ആത്മസംയമനം എന്ന് പറയാം, പല രീതിയിൽ അതിന് പേരിട്ടു. ഇതെല്ലാം സമാനമായിട്ടുള്ള അർത്ഥത്തിലുള്ള ഇതാണ്. അപ്പൊ ഒരു പുതിയൊരു വ്യക്തിയായിട്ട് നമ്മൾ, ഒരു പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ ഈ 10ാമത്തെ പടിയിൽ കൂടി നമുക്ക് വരാനായിട്ട് സാധിക്കും. എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ, ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞാണ്, എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം തോന്നിയാൽ ഞങ്ങൾ ഒരു അഗ്നിനാളം കണ്ടെന്ന പോലെ അതിൽ നിന്നും പിൻവലിയും. മനസ്സിലായില്ലേ? പണ്ട് എന്റെയൊക്കെ ചെറുപ്പം, ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചില പിള്ളേർ പോയി കഴിഞ്ഞാൽ അവരുടെ പറയുന്ന കുറച്ചു നേരം പോവുകയാണ്. മനസ്സിലായില്ലേ? ഇന്നത് നല്ല ഒത്തിരി കൊല്ലം മുമ്പ് അതൊക്കെ കിട്ടി. ഞാനിതെല്ലാം തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾക്കതൊരു, ഇവിടെയുള്ള ആളുകൾക്ക് പലരും മനസ്സ് തുറന്ന് സംസാരിക്കില്ല. എല്ലാവരും വിശുദ്ധന്മാരായിട്ടുള്ള ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു വിശുദ്ധനല്ല. നമ്മളെല്ലാവരും ഒരു ഇങ്ങനെയുള്ള തരത്തിലല്ല എല്ലാ തരം താണ പരിപാടികളും ചെയ്തിട്ടുള്ള ആളുകളാണ്. അല്ലാതെ കന്യകാത്ത് നഷ്ടപ്പെടാത്തവരാരുമില്ല ഈ സമൂഹത്തിൽ. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ എനിക്കറിയത്തില്ല. അപ്പൊ ഞങ്ങൾക്കൊട്ടും താല്പര്യമുണ്ട്. ഒരു അഗ്നിനാളം കണ്ടെന്ന പോലെ അതിൽ നിന്നും പിൻവലിയാണ്. സാധാരണ പോലെ സുബോധത്തോടെ ഞങ്ങൾ പ്രതികരിക്കുന്നു. ഒരു ശരിയായിട്ടുള്ള, ഒരു സുബോധവാനായിട്ടുള്ള ഒരു മനുഷ്യനെ പോലെ ഞാൻ പ്രതികരിക്കുന്നു. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്ന ഒന്നാണ്. മനസ്സിലായോ? ഇത് എന്നെ സംബന്ധിച്ചോളം സ്വാഭാവികമായ രീതിയിൽ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയായിട്ട്, സ്വാഭാവികമായി. എനിക്ക് വേണ്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് പിന്നീട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. അതിലേക്ക് നോക്കണം, ആ കള്ളത്തരം ചെയ്യണോ, വഞ്ചനപരമായിട്ട് ചെയ്യണോ,
അതിൽ എന്റെ സംസാര രീതിയിൽ എന്റെ ബോഡി ലാംഗ്വേജ് തന്നെ മാറും ഈ ഒരു തലത്തിലേക്ക് വരുമ്പോൾ. മുമ്പൊക്കെ ഒരു കടയിലൊക്കെ കയറി ഞാനൊന്ന് ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ കൊണ്ടു തന്നവനോട് ചായ കുടിച്ചു, ഇന്ന് ആ വെയിറ്റർ അടുത്തോടെ വരികയാണെങ്കിൽ എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ അതിലോടൊരു താങ്ക്സ് പറയും. നമ്മുടെ നാട്ടിലൊന്നും ആർക്കും ഇല്ലാത്തൊരു രീതിയാണ്. പക്ഷെ ഈ ഒരു തലത്തിൽ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് ഭക്ഷണം വിളമ്പി തന്നവനാണ്, അതിനോടൊരു താങ്ക്സ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇവിടെ ആരും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ നിങ്ങളിപ്പോ വെസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ കൺട്രികളിലൊക്കെ ജീവിക്കുന്നവർക്ക് അറിയാം, എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യത്തിന് പോലും അവരുടെ ഒരു കൾച്ചറാണ് താങ്ക്സ്, ഒരു താങ്ക്സ് പറയും, നന്ദി. അതൊരു ഇതാണ് നമുക്ക് അത് ഒരു ജീവിത രീതി, ഒരു പുതിയൊരു ജീവിത രീതി നമ്മൾ മെനഞ്ഞെടുക്കുകയാണ്. ആശുപത്രി ചെന്നു ഒരു ഇഞ്ചക്ഷൻ എടുത്ത ഒരു സിസ്റ്ററോട് സാധാരണ ആരെങ്കിലും താങ്ക്സ് പറയാറുണ്ട്, വളരെ ആൾക്കാരൊക്കെ ഇവിടെ പറയാറുണ്ട്. തൂത്തിട്ട് അവരോട് മുഖത്തേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് പോരും, താങ്ക് യു. ഒരു മാറിയ മനോഭാവം നമ്മളുണ്ടാവും. നമ്മൾ ആ മാറിയ മനോഭാവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പടികൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തനിയെ അത് സംഭവിക്കും. ഇത് സ്വാഭാവികമായ രീതിയിൽ സംഭവിക്കുന്നതാണ്. ഞങ്ങളുടെ ശ്രമമോ ചിന്തയോ ഒന്നും കൂടാതെയാണ് മദ്യത്തോടുള്ള അനുഭവം ഞങ്ങൾക്ക് കിട്ടിയതെന്ന് കരുതും. മനസ്സിലായല്ലേ? മദ്യത്തോടുള്ള ഞങ്ങളുടെ അത് അങ്ങനെ വരികയാണ്. അതിലെ അത്ഭുതാവകമായ അംശം ഇതാണ്: ഞങ്ങൾ ഒന്നിനോടും എതിരിടുന്നില്ല. മദ്യം വേണമെന്ന തോന്നലിനെ പോലും ഞങ്ങൾ അവഗണിക്കുന്നില്ല. ഒരുതരം സമതുലനാവസ്ഥയിൽ, നമ്മൾ പറയുന്നത് സമതുലനാവസ്ഥ, സമചിത്തത എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നും. സുരക്ഷിതമായി എല്ലാത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞകൾ പോലും എടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കപ്പെടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നില്ല. ഞങ്ങൾ യുദ്ധോത്സുകരോ ഭയവരോ പരിസരമല്ല. അതാണ് ഞങ്ങളുടെ അനുഭവം. ഒരാത്മീയാവസ്ഥയിൽ തുടർന്നുകൊണ്ട് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരാത്മീയാവസ്ഥ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. ഒരാത്മീയാവസ്ഥ തുടർന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. വേണ്ട ആത്മീയ പദ്ധതിയുടെ പ്രവർത്തനം ഒഴിക്കൊണ്ട് സുഖമായും മടിഞ്ഞിരിക്കുക വളരെ എളുപ്പമാണ്. അങ്ങനെയാൽ ഞങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അഗൈൻ വി നീഡ് ആക്ഷൻ. അഗൈൻ ഒരു കണ്ടിന്യൂ ആ പ്രോസസ്സിൽ തന്നെ. എന്തെന്നാൽ മദ്യം അത്രമേൽ തന്ത്രശാലിയായ ശത്രുവാണ്. ഞങ്ങൾ അമിത മദ്യപാന സൃഷ്ടിക്കുന്ന രോഗത്തിനും പൂർണ്ണ വിമുക്തി സ്ഥാപിച്ചവരല്ല. ഞങ്ങൾക്ക് ആകെ കൂടിയുള്ളത് ആത്മീയ സ്ഥിതി നിത്യേന പാലിച്ചുകൊണ്ടുള്ള ഒരു ദൈനംദിന ശാന്തിമാണ്. ദിസ് ഈസ് ദ വൺ ഡേ അറ്റ് എ ടൈം പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത്. ദിസ് ഈസ് ദ വൺ ഡേ ജസ്റ്റ് ഫോർ ടുഡേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈശ്വരേച്ഛ എന്തെന്ന് കണ്ടറിഞ്ഞു. ഗോഡ്സ് വിൽ എന്താണെന്ന് കണ്ടറിഞ്ഞു അത് നടപ്പിലാക്കേണ്ടതില്ല. ദിവസങ്ങൾ ഓരോന്നും ദൈവമേ അങ്ങേ ഏറ്റവും നന്നായി എനിക്ക് എങ്ങനെ സേവിക്കാം, അങ്ങയുടെ ആഗ്രഹം എന്റേതല്ല നടപ്പാക്കണം. സ്ഥിരമായി ഞങ്ങളൂടെ കടന്നു പോകേണ്ട ചിന്തകളാണിത്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമാണ്. സ്വന്തം ഇഷ്ടങ്ങളുടെ ശരിയായ ഉപയോഗ രീതി ഇതാണ്. ഇതിനകത്തൊരു 10th സ്റ്റെപ്പ് പ്രോമിസസ് എന്ന് പറഞ്ഞിട്ട് സാധാരണതയിൽ പറയാറുണ്ട്. അത് 10th സ്റ്റെപ്പ് പ്രോമിസസ് 12 യെസ്, ചില സ്പോൺസർമാർ പറയാറുള്ളതാണ് 10th സ്റ്റെപ്പ് പ്രോമിസസ്. മനസ്സിലായില്ലേ? ആ 10th സ്റ്റെപ്പ് പ്രോമിസസ് എന്താണെന്ന് പറഞ്ഞാൽ പറയുന്നത് ഇവിടെ മുതലാണ്. ഞങ്ങൾ ആത്മീയതയുടെ ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് 83ാമത്തെ പേജിൽ. ധാരണയിലും ഫലപ്രാപ്തിയിലും വളരുക എന്നാണ് ഞങ്ങളുടെ
അടുത്ത കർത്തവ്യം. ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമല്ല. ഇത് ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും തുടരും. സ്വാർത്ഥതയും സത്യമില്ലാതെയും വിദ്വേഷവും ഭയവും നിരീക്ഷിച്ചുകൊണ്ട് ഇത് തുടരും. ഇവയിൽ ഏതെങ്കിലും എപ്പോഴെങ്കിലും തലവെക്കുമ്പോൾ അവർ നീക്കി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായ അടുത്ത ആരോടെങ്കിലും ഞങ്ങളെ പറ്റി ചർച്ച നടത്തും. ഞങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിരുന്നു ഒട്ടും വായിക്കാതെ പരിഹാരം ചെയ്യും. എന്നിട്ട് എനിക്ക് സഹായിക്കാൻ സാധിക്കുന്ന ആരുടെയെങ്കിലും കാര്യത്തിലേക്ക് ചിന്തകൾ ഞാൻ തിരിച്ചുവിടുന്നു. സ്നേഹവും മറ്റുള്ളവരുള്ള സഹിഷ്ണുതയാണ് ഞങ്ങളുടെ നിയമസംഹിത. അപ്പൊ ഇതിന് 10th സ്റ്റെപ്പ് 10 പ്രോമിസസ് എന്ന് പറയാറുണ്ട്. അതിന്റെ അടുത്ത പാരഗ്രാഫിലെ കുറച്ച് വാക്കുകൾ കൊണ്ട് അതിനോട് ചേർത്തിട്ടാണ് ആൻഡ് വി ഹാവ് സീസ്ഡ് ഫൈറ്റിംഗ് എനിത്തിങ് ഓർ എനിവൺ. എന്റെ മലയാളത്തിൽ എന്താണ്, ആരോടെങ്കിലോ എന്തെങ്കിലുമായി പോരാടുന്ന പതിവ് ഞങ്ങൾ നിർത്തി മദ്യത്തോട് പോലും. കാരണം ഇപ്പോഴും സുബദാവസ്ഥ തിരിച്ചു വന്നിട്ടുണ്ടാവും. മദ്യത്തിൽ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലാതിരിക്കാനാണ് സാധ്യത. ഇതൊരു പ്രോമിസാണ്. എപ്പോഴെങ്കിലും ഒരു പ്രവൃത്തി തോന്നി ഞങ്ങൾ അത് അജ്ഞാനം കണ്ട പോലെ അതിൽ നിന്ന് പിൻവലിയുന്നു. അപ്പൊ ഈ ഒരു തലത്തിലേക്ക് പ്രോമിസസ് ചില സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ചില ഓൾ ടൈമേഴ്സ് പറയാറുണ്ട്. ഞാൻ അതൊരു സൂചിപ്പിച്ചു വെച്ചെന്നുള്ളത് നിങ്ങൾക്ക് അത് താല്പര്യം വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒന്നായി. പിന്നീട് എന്താണ് പറയുന്നത്, ഇതിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സർവജ്ഞനും 87ാമത്തെ പേരിൽ സർവശക്തനുമായ ദൈവത്തിൽ നിന്ന് മാർഗദർശനവും പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനോട് ഒരു പാട് പുഴയെ പറഞ്ഞു കഴിഞ്ഞു. ആ മാർഗദർശനങ്ങൾ സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിശുദ്ധാത്മാവും നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. എന്ത് വലിയൊരു പ്രോമിസ് അത്. ഈ പടികൾ ചെയ്തുകാലുള്ള പ്രയോജനത്തെ പറ്റി ധരിപ്പിച്ചു കളയുന്ന വാക്കുകളിൽ ഇത് സൂക്ഷ്മമായി പിന്തുടർന്നിട്ടുള്ള ഒരു പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഒഴുകി വരുന്ന അനുഭവിച്ചറിയാം. പരിധിവരെ നാം ദൈവചിന്ത ഉള്ളവരായി. അങ്ങനെ സുപ്രധാനമായ 6ാം ഇന്ദ്രിയം രൂപിച്ചെടുക്കാൻ നമുക്ക് കഴിയും. പക്ഷേ ഇനിയും നമുക്ക് വളരെ മുന്നോട്ട് പോകേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇനി അതിന് മുമ്പോട്ടുള്ളതാണ് 11ാമത്തെ പടിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും നമുക്ക് ഇത്രയൊക്കെ തന്നതിന് ശേഷം നമുക്ക് പറയാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഒഴുകി വരുന്ന ഇതൊരു പ്രോമിസാണ്. ഓരോ പടികൾക്കും ഒരു പ്രോമിസ് ഉണ്ടെന്ന് ഓർത്തത്. 10th സ്റ്റെപ്പിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹൈ പീക്കിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു പടിയാണ് 10ാമത്തെ പടി. അപ്പൊ ഇന്നും ഇവിടെ വെച്ചിട്ട് നമുക്ക് 10ാമത്തെ പടിയെ കുറിച്ച് തീർക്കാം. അടുത്ത ദിവസം 11ാമത്തെ പദവിയിലേക്ക് പോകാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. 10-15 മിനിറ്റ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഷെയർ ചെയ്യോ, ചോദ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു. തൽക്കാലം പഠനം, ഞാനിപ്പോ ഇന്നത്തെ പഠനം ഇവിടെ പഠനമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട്